Worship is your weapon. പിശാചിനെ കുറിച്ച് ബൈബിൾ വിളിക്കുന്ന ഒരു പേര് ബെൽസബൂൽ എന്നാണ്. The Bible says that the devil is the lord of the flies. We are not eternal victims. നമ്മൾ എന്നേക്കും ഇരകളല്ല. We are overcomers. നിനക്ക് ജയിക്കാനാ യേശുവിന്റെ രക്തം. The blood of Jesus is for you to conquer. ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തി ഘോഷിക്കും. ആരാധിക്കാൻ നീ തയ്യാറാകുമെങ്കിൽ Are you ready to worship him? അടിസ്ഥാനങ്ങൾ ഇളകും. കണ്ടാൽ നീ ഒരു കുഞ്ഞാടിനെ പോലെ തോന്നും. Oh, you may look like a lamb, പക്ഷെ നിന്റെ അകത്തൊരു സിംഹം ഇരിപ്പുണ്ട്. but on the inside there is a lion. അവന്റെ ആട്ടിപ്പിണരുകൾ. His stripes എനിക്ക് സൗഖ്യം വന്നിരിക്കും. I am healed. മരണത്താഴ്വരെ കൂടെ കടന്നാലും I went through the valley of the shadow of ഞാൻ death. ഭയപ്പെടുകയില്ല. I will not fear. ഞാൻ രോഗിയായിരുന്നു. I may have been wounded. അവന്റെ നാമത്തിന്റെ ശക്തി എന്നെ എഴുന്നേൽപ്പിച്ചു. But his name lifted me up. You are overcomer. We are overcomers. നീ ആ പ്രശ്നത്തെ ജയിക്കാൻ പോവാ. You're going to overcome the problem. നീ ആ പ്രതിസന്ധിയെ ജയിക്കാൻ You're going to പോകുകയാണ്. overcome the situation. നീ ആ കടഭാരത്തെ ജയിക്കാൻ Your പോകുകയാണ്. debts are going to go നീ away. ആ വിഷയത്തെ ജയിക്കാൻ You're പോകുകയാണ്. going to wake up victorious. നീ ആ പ്രതിസന്ധിയെ ജയിക്കാൻ This പോകുകയാണ്. situation you're going to നീ be ആ victorious. വെല്ലുവിളിയെ ജയിക്കാൻ You're പോകുകയാണ്. going to overcome the difficulty. കാരണം ബൈബിൾ പറയുന്നു Because the Bible says You are overcomer. നിന്റെ തലമുറ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രസിദ്ധരുമായി മാറും. your children will be highest in the world and they will be for the glory of God. Hail, Lion of Judah, let the lion roar. Hail, Lion of Judah, let the lion roar. വെളിപ്പാട് പുസ്തകം പ്രവചനങ്ങളുടെ ഒരു പുസ്തകമാണ്. The book of Revelation is the book of prophecies. അത് യോഹന്നാനാണ് എഴുതിയത്. It was written by Apostle John. യോഹന്നാൻ 5 പുസ്തകങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. John wrote altogether 5 books in the Bible. ഒന്ന് സുവിശേഷമാണ്. The first was the gospel. 3 ലേഖനങ്ങളാണ്. 3 were epistles. അവസാനമായി പ്രവചന And ഗ്രന്ഥം. the last was the book of Revelation. ഇത് തന്നെ ഡൊമീഷ്യനാൽ താൻ നാട് കടത്തപ്പെട്ടപ്പോൾ പത്മോസിൽ വെച്ചാണ് ഈ വെളിപ്പാടുകൾ When he was കിട്ടുന്നത്. exiled by Domitian to the islands of Patmos, that's when he wrote this book. താൻ അവിടെ അകപ്പെട്ടത് വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ്. He was caught in a difficult situation. എന്നാൽ അവിടെ തനിക്ക് വേണ്ടി സ്വർഗം തുറന്നു. But there the heavens opened. ഹല്ലേലൂയ. Hallelujah. വെളിപ്പാട് പുസ്തകം മുഴുവനും വെളിപ്പാടുകളുടെ Oh, the അധ്യായമാണ്. book of Revelation is full of revelation. 1 അധ്യായം Chapter 1 തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ വെളിപ്പാട്. talks about open heaven. അതായത് തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. The glorified Jesus is revealed. 2-3 അധ്യായങ്ങൾ 7 സഭയെ കുറിച്ചുള്ള Chapter വെളിപ്പാട്. 2 and 3 talk about the 7 churches. 4 അധ്യായം സ്വർഗത്തെ കുറിച്ചുള്ള വെളിപ്പാട്. Chapter 4 about heaven itself. 5 അധ്യായം Chapter 5 യഹൂദ ഗോത്രത്തിലെ സിംഹത്തെ കുറിച്ചുള്ള is about the വെളിപ്പാട്. lion of the tribe of Judah. യോഹന്നാനോട് പറയുകയാണ്, John says, നീ ഭയപ്പെടണ്ട, don't be afraid, ഒരുവൻ യോഗ്യനാണ്. because there is one who is worthy. ആരാണ് യോഗ്യൻ? Who is worthy? എല്ലാവരും കരമുയർത്തി പറഞ്ഞാട്ടെ. Raise up your hand. യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ. Lion of the tribe of Judah. എല്ലാവരും പറയട്ടെ, യഹൂദ ഗോത്രത്തിന്റെ സിംഹം. Everybody, the lion of the tribe. ഹല്ലേലൂയ. Amen. ഇത് കേട്ടപ്പോൾ ജിബി പാസ്റ്ററെ, When I heard it, Pastor Jimmy, യോഹന്നാൻ തിരിഞ്ഞു നോക്കി. John turned around and looked. കണ്ടത് സിംഹത്തെയല്ല, He didn't see a lion. കണ്ടത് കുഞ്ഞാടിനെയാണ്. He saw a little lamb. കുഞ്ഞാടിനെയാണ് കണ്ടത്. The lamb is what he saw. പക്ഷെ അവൻ കുഞ്ഞാടല്ല, But he's not really the അവൻ lamb. സിംഹമാണ്. He is a lion. കണ്ടാൽ കുഞ്ഞാടിനെ പോലെ തോന്നും, He looks like a lamb. പക്ഷെ അവൻ സിംഹമാണ്. But he is a lion. ഗലാത്യർ 3:26 പറയുന്നു. Galatians chapter 3 verse 26. Chapter 3 and verse 23 in the book of Galatians. ബൈബിൾ പറയുന്നു, The Bible says, വിശ്വാസത്താൽ by faith നിങ്ങൾ എല്ലാവരും ദൈവ മക്കളാകുന്നു. you have become the children of God. കണ്ടാൽ സാധാരണക്കാരെ പോലെ തോന്നും, If you look at him, you're just കണ്ടാൽ ഒരു ordinary. രോഗിയെ പോലെ തോന്നും, You can look unworthy. കണ്ടാൽ നീ എല്ലാം തകർന്നവനെ പോലെ തോന്നും. Looks like everything is broken. പക്ഷെ ബൈബിൾ പറയുന്നു, But the Bible says you are a child of God. you are a child of God. കണ്ടാൽ കുഞ്ഞാടിനെ പോലെ, The lamb of God. കണ്ടാൽ കുഞ്ഞാടിനെ പോലെ, If you look at him, you look like a lamb. പക്ഷെ അവൻ കുഞ്ഞാടല്ല, But he is not a lamb. യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്. He's the lion of the tribe of ഇന്ന് Judah. പകലിൽ
this morning. ചിലർക്ക് വേണ്ടി അവൻ എഴുന്നേൽക്കാൻ പോകുകയാണ്. He's gonna rise up for somebody രണ്ട് here. കൈരവും അടിച്ചതിനെ സ്വീകരിച്ചാൽ Clap your hands. സിംഹമാരാണ്. Who's the lion? മൃഗങ്ങളുടെ He's the രാജാവ്. king of all animals in the jungle. ഹല്ലേലൂയ. Hallelujah. എങ്ങനെയാണ് സിംഹം രാജാവായത്? How did the lion become the king? വലിപ്പം കൊണ്ടല്ല. It's not because he's big. വലിപ്പം കൊണ്ടായിരുന്നെങ്കിൽ ആനയാകണമായിരുന്നു. If it were because of bigness, it would have been the elephant. ശക്തി കൊണ്ടാണോ? Was it because of his power? ശക്തി കൊണ്ടായിരുന്നെങ്കിൽ കടുവയാകണമായിരുന്നു. If it was by power, it would have been a rhinoceros. ബുദ്ധി കൊണ്ടായിരുന്നെങ്കിൽ, if it was because of his brains, പാമ്പാകണമായിരുന്നു. it would have been the serpent. വികൃതി കൊണ്ടാകണമെങ്കിൽ കൊരങ്ങനാകണമായിരുന്നു. if it was because of activity, it would have been the monkey. സ്പീഡ് കൊണ്ടായിരുന്നെങ്കിൽ ചീറ്റയാകണമായിരുന്നു. if it was for velocity, it would have been the cheetah. എന്തുകൊണ്ട് സിംഹം രാജാവായി? How did the lion become the king? സിംഹത്തിന്റെ മേൽ അസാധാരണമായ ധൈര്യമുണ്ട്. because the lion is brave and bold. അതിന്റെ നടപ്പ്, its walk, അതിന്റെ സ്റ്റൈൽ, its ധൈര്യത്തെ കാണിക്കുന്നു. it shows out greatness. ആരോ ഇങ്ങനെ പറഞ്ഞു, somebody said, സിംഹത്തിന്റെ അലർച്ചയിലാണ് കാര്യം ഇരിക്കുന്നത്. they said because of the roar of the lion, there's something in it. ഗർജനത്തിലാണ് കാര്യം. roar. it seems like it's something in his roar. അവന്റെ ഗർജനം. എല്ലാരും പറഞ്ഞിട്ട് ഗർജനം. yes, come on, tell your neighbor, it's his roar. ഗർജനമാണ് അവന്റെ അതിരിനെ തീരുമാനിക്കുന്നത്. that is what decides his future. സിംഹത്തിന്റെ ഗർജനം 5 കിലോമീറ്റർ ദൂരെ വരെ യാത്ര ചെയ്യും. the roar of the lion travels 5 kilometers in every direction. അവൻ ചളിക്കപ്പെട്ടു നിന്നുകൊണ്ട് ഗർജിച്ചാൽ ഈ 5 കിലോമീറ്ററിലും ഗർജനം മുഴങ്ങും. അതിന്റെ അർത്ഥം ഈ ടെറിട്ടറി എന്റെ വകയാണ്. ഇതിനകത്ത് വേറെ ആർക്കും വരാൻ പറ്റുകയില്ല. it means 5 kilometers from where I am, nobody can come in there. ചിലർക്ക് മനസ്സിലായില്ല. somebody didn't get it yet. എന്നാ പിന്നെ വീട്ടിൽ ചെന്നിട്ട് അലർച്ചി കൂവുക, അങ്ങനെയാണോ അതിന്റെ അർത്ഥം? does that mean you're going to go home and shout and scream and howl? അത് കേൾക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? സിംഹസനത്തിന്റെ ഗർജനം പോലെയാണ് like the roar of the lion നിന്റെ സ്തുതി. is your praise. ആരാധിക്കാൻ നീ തയ്യാറാകുമെങ്കിൽ, if you're ready to worship him, അടിസ്ഥാനങ്ങൾ ഇളകും. the foundations will shake. ചങ്ങലകൾ പൊട്ടും. chains will break. വാതിലുകൾ പൊളിയും. doors will open. ഇന്ന് പകൽ ചിലരുടെ ആരാധിച്ച അതിരുകൾ ഇടുന്നത് ഞാൻ കാണും. somebody worship today. ആരാധിച്ച് അതിരിടാൻ പോകുകയാ നീ. if you worship, things are going to shake and tremble. ബൈബിൾ പഠിക്കുമ്പോൾ, if you read the Bible, അബ്രഹാം ചെന്നിടത്തെല്ലാം ഓൾട്ടർ പണിതു. you see wherever Abraham walked, he built an altar. ആ ഓൾട്ടർ പണിതിട്ട് അവൻ പോയി. പക്ഷേ പിന്നത്തേതിൽ അവന്റെ തലമുറ ആ ദേശം പിടിച്ചെടുത്തു. he went off after building those altars, but his descendants came and took over that territory. നീ ആരാധിക്കുമ്പോൾ, when you worship, അതിരുകൾ വീഴും. strongholds will break. ചിലർക്ക് ഇത് കോലാഹലമായി തോന്നും. some people think it's fun. ചിലർക്ക് ഇത് അലർജിയായി തോന്നും. some people are allergic to പക്ഷെ it. നിനക്കറിയാം, but you know, ഇത് ടൈം പാസ് അല്ല. it is not about passing the time. ഞാൻ അതിരുകളെ വിശാലമാക്കുക. I am going to expand my foundations. Buddy, വചനം കേൾക്കുമ്പോ, hear the word. നീ തെക്കോട്ടും പടിഞ്ഞാറോട്ടും പരക്കുമെന്ന് കേൾക്കുമ്പോ, when I hear something going from back to forth, അവർ സ്തുതിച്ചതിന് അതിരിടുകയാണ്. they praise and lay foundations. നീ വായ്പ വാങ്ങത്തില്ല, വായ്പ കൊടുക്കുമെന്ന് you പറയും. will not lend, but you will not borrow, but you will lend. ചിലർ അതിന് അതിരിടുകയാണ്. some people laying foundations. നിന്റെ തലമുറ രാജ്യങ്ങളിൽ ശുശ്രൂഷിക്കുമെന്ന് your പറയുമ്പോൾ, children are going to minister all over the world. ചിലർ കയ്യും കെട്ടിയിരിക്കുകയില്ല. some people it's not time to hold your hand. ആരാധിച്ചതിന് അതിരിടുകയാണ്. praise and lay a foundation. ചിലർ കേൾക്കും, നീ നട്ടിട്ടില്ലാത്ത തോട്ടവും കുടിച്ചിട്ടില്ലാത്ത കിണറും പണിതിട്ടില്ലാത്ത ഭവനും പണിയുമെന്ന് പറയുമ്പോൾ ആരാധിച്ചതിന് അടിത്തറയിടുകയാണ്. from wells you'll not come. You live in houses you will not build. That's when you lay the foundation. Worship is your weapon. ആരാധന നിന്റെ ആയുധമാണ്. oh, worship is your pointed instrument. ആരാധന, worship, ദൈവത്തെ സ്തുതിക്കുന്നത്. praising God. ഇത്ര ശബ്ദം ഉണ്ടാക്കണോ? do I really need to be so loud? ഇതെന്തൊരു ബഹളമാണ്. why should you make such a noise? ഉറക്കെ പറഞ്ഞാലേ ദൈവം കേൾക്കത്തുള്ളൂ. he's got a deaf
You have to speak so loud. അങ്ങനെയാണെങ്കിൽ ക്ഷമിക്കണം, നിങ്ങൾക്ക് സ്വർഗത്തിലും പോകാൻ പറ്റുകയില്ല. But forgive us, you are not ready to be in heaven at all. കാരണം ബൈബിൾ പറയുന്നു, Because the Bible says, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, the sound like a mighty flood, നയാഗര വെള്ളച്ചാട്ടത്തിനേക്കാൾ ഭയങ്കരമായ ശബ്ദത്തോടെ, like a sound of mighty waters, സ്വർഗത്തിലൊരു greater than ശബ്ദം, Niagara, സ്വർഗത്തിലൊരു the ശബ്ദം. sound of heaven. നിങ്ങളുടെ അല്ല ഹല്ലേലൂയ. It's not hallelujah. ബൈബിൾ പറയുന്നു, Bible says, രാജാവുള്ളിടത്ത് where the king is, രാജകോലാഹലം. oh, there is praise and worship. ഈ സിംഹത്തിന്റെ ശത്രുക്കളിൽ ഒരാളാണ് കാട്ടുപട്ടി, ഹൈന സംതിങ്. The hyena is an enemy to the lion, the wolf. ഈ കാട്ടുപട്ടി വരും ഇവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. The hyena comes to attack the lion. അവന്റെ ചിരിയും ഒരു വല്ലാത്ത ചിരിയാണ്. And the howl and his grin is pathetic. ഈ സിംഹം ഉറങ്ങിക്കിടക്കുമ്പോഴാ പുള്ളി വരുന്നത്. The lion sleeps and the hyena creeps upon him. അവന്റെ വരവ് കണ്ട ഇപ്പൊ ഓടിക്കുന്ന അവന്റെ ചിന്ത. It looks like as though when he comes he's going to run away. അവൻ വന്ന് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒന്നും സിംഹം അനങ്ങത്തില്ല. When the first howl of the hyena, the lion doesn't even bat an eye. കുറച്ച് കഴിയുമ്പോൾ തലയൊന്ന് ഉയർത്തി ഒരു ഗർജനമുണ്ട്. After a little while he raises up his head and he lets a roar out. ഈ പട്ടികൾ വന്നത് ഒരു കൂട്ടമായിട്ടാ, പക്ഷെ തിരിച്ചു പോകുന്നത് കാണണം നിങ്ങൾ കേട്ടോ. 7 വഴിയായി ചിതറി. These hyenas come in a crowd, but you see them run away. They run 7 ways. ആരാധിക്കുന്ന ചിലതിന്റെ ശത്രുക്കൾ 7 വഴിയായി ചിതറി പോകുന്നത് ഞാൻ കാണും. Hallelujah. Away 7 ways. നിന്നെ മുടിക്കാൻ, Somebody to break you up, നിന്നെ നശിപ്പിക്കാൻ to finish you off. കടന്നു വരുന്നത് One who is coming against you. ഇന്ന് പകൽ 7 വഴിയായി ചിതറി They are പോകുകയാണ്. going to run away 7 ways. കണ്ടാൽ നീ ഒരു കുഞ്ഞാടിനെ പോലെ തോന്നും, Oh, you may look like a lamb, പക്ഷെ നിന്റെ അകത്തൊരു സിംഹം ഇരിപ്പുണ്ട്. but on the inside there is a lion. ഈ ഗർജനം കേൾക്കുമ്പോ When you hear this roar, ശത്രുക്കൾ പോലും സിംഹത്തെ റെസ്പെക്ട് ചെയ്യും. all the enemies will have to bow down and respect this lion. നീ പ്രാർത്ഥിക്കുന്ന ആളാന്ന് പിശാചിന് അറിയാം. The devil knows you are a praying man. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന മുടക്കാനാണ് അവൻ നോക്കുന്നത്. Therefore, he is trying desperately to stop your prayer. ഒരിക്കൽ ജോയ്സ് മേയർ പറഞ്ഞു, Once Joyce Meyer said like this, പ്രാർത്ഥിക്കാൻ ഫോൺ കൊണ്ടിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, for those who sit down to pray with their telephone, mobile phone, ആ സമയത്ത് പിശാച് നിന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. that's when the devil tries to help you a lot. മരുമോനെ വിളിച്ചില്ലായിരുന്നല്ലോ, ഷോ വിളിക്കാന്ന് വിചാരിച്ചു, വിളിച്ചില്ല. Did you call your son-in-law? തങ്കച്ചാനെ വിളിച്ചില്ലല്ലോ, ആ ജോലിയുടെ കാര്യം പറഞ്ഞിട്ട് പക്ഷെ മറന്നുപോയല്ലോ. You didn't call Brother Paul. Maybe he forgot about the job application you sent in. മീൻകാരൻ വരാമെന്ന് പറഞ്ഞല്ലോ, കണ്ടില്ലല്ലോ. Oh, the fisherman or the fishman didn't come in today. What happened? പിശാച് നിന്നെ സഹായിക്കും. The devil is going to help you to stop your നീ prayer. മറന്നുപോയതെല്ലാം അവൻ നിന്നെ ഓർപ്പിക്കും. All the things you forgot to do, he's going to remind you when you sit down to pray. നീ ഇരുന്നത് സ്വത്രം പറയാനാണ്. And you knelt down to say hallelujah. Praise പെതുക്കെ the നീ Lord. ചാരി ഇരുന്ന് മൊബൈൽ എടുത്ത് കുഞ്ഞമ്മയെ വിളിച്ചോണ്ടിരിക്കും. That's the time he's going to tempt you. Sit down, sister. Take out that phone. ഞാൻ പറഞ്ഞതല്ല, ജോയ്സ് മേയർ പറഞ്ഞതാണ്. I didn't say that. Joyce did. അതുകൊണ്ട് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, That's why she said like this. നിന്റെ പ്രയർ റൂമിൽ ഒരിക്കലും നീ ഫോണുമായി പോകരുത്. Oh my dear, don't ever take that phone into your prayer closet. കാരണം നിന്റെ പ്രയറിന് ഭയങ്കര പവറാണ്. Because there is power in your അത് prayer. ചങ്ങലകളെ പൊട്ടിക്കുന്നതാണ്. That's the one that breaks the chain. അത് ബന്ധനങ്ങളെ അഴിക്കുന്നതാണ്. It breaks the stronghold. അത് രോഗിയെ സൗഖ്യമാക്കുന്നതാണ്. Healing the sick. അത് അടഞ്ഞ വാതിലിനെ തുറക്കുന്നതാണ്. It opens the locked up doors. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണം? What are you going to do? ജോയ്സ് മേയർ പറയുകയാണ്, Joyce says, ഒരു പേപ്പറും പേന എടുത്ത് എന്തെങ്കിലും ഓർത്താൽ അന്നേരം പോകരുത്, ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. just take a piece of paper and just write down that stuff that comes to your എന്നിട്ട് mind. വേണം, പിശാചേ ഇനി എന്തൊക്കെ പരിപാടിയാണെങ്കിലും ഇവിടുന്ന് ഞാൻ എഴുന്നേൽക്കത്തില്ല. Hey devil, whatever you try, it's not going to work. I am about to pray. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ ഇന്ന് പകൽ ഇവിടെ? Is there somebody who's going to do that when you അങ്ങനെ pray? ആരാധിക്കുന്നവരുണ്ടോ ഇവിടെ? Are there some worshippers like that today? ഇയ്യോബ് പറയുകയാണ്, Job says, ഞാൻ കൈകൊട്ടുമ്പോൾ when I clap my hands, ശത്രു അവന്റെ സ്ഥലത്തു നിന്ന് വരണ്ട ഓടിപ്പോകും. the devil flees from that place.
പ്രസംഗിക്കുന്നവർക്ക് ഒരു ഓളം ഉണ്ടാക്കാനല്ല നീ കൈയടിക്കുന്നേ. It is not to encourage the preacher that you clap your hands. നീ കൈയടിക്കുമ്പോൾ When you clap your hands, നിന്റെ വീട്ടിനകത്തിരിക്കുന്ന the one thing in your house, ചില ഇരുട്ടിന്റെ ശക്തികൾ some dark forces in your house, എന്നേക്കുമാ I'm gonna rattle. നിന്നോട് ബൈ ബൈ പറയുകയോ. They're gonna say, oh no, I Ninda- am not there. നിന്റെ ബിസിനസിനെതിരെ, Against your നിന്റെ business, തലമുറക്കെതിരെ, against your നിന്റെ children, കുടുംബത്തിനെതിരെ against your അതിന്റെ family. ഇരിപ്പിന്ന് പകൽ ഇളകുകയാണ്. Your bonds are breaking this morning. പിശാചിന്റെ ഇരിപ്പിന്ന് പകൽ ഇളകുകയാണ്. Today, the place where the devil sits is moving away. സിംഹത്തിന്റെ പ്രത്യേകത, The specialty of the lion, ടയേർഡായി കിടന്നാലും അത് അലറും. even if it's very tired, it can roar. അത് പറയത്തില്ല നാളെ അലറാമെന്ന It ഗർജിക്കാമെന്ന്. never says, okay, let's postpone our roaring for tomorrow. എന്തെങ്കിലും കഴിച്ചിട്ട് ഗർജിക്കാമെന്ന് It പറയത്തില്ല. does never say, let me have some food first, then I'll roar. രോഗിയാണേലും അത് ഗർജിക്കും. Even if it is wounded or hurt, it can still roar. വിശന്നാലും ഗർജിക്കും. When it's hungry, it's gonna roar. സിംഹം വൂണ്ടഡായി കിടന്നാലും മുറിവുകൾ ഉണ്ടെങ്കിലും ഗർജിക്കും. When it is hurt and laying down because of the wound, it's still going to roar. ഇതിനകത്ത് ചിലർ ഗർജിക്കുന്നില്ല കാരണം മുറിവുകളുള്ളത്. You know why somebody here doesn't roar? Because they are hurt. എവിടേക്കോ മുറിയപ്പെട്ടു അവർ. You've been hurt somewhere badly. മുറിയപ്പെട്ടു. They were hurt. എല്ലാരും പറയട്ടെ, മുറിയപ്പെട്ടു. നിനക്കൊന്നുകിൽ ആ മുറിവ് വൂണ്ട് നിനക്ക് വർദ്ധിപ്പിക്കാം, വലുതാക്കാം, അല്ലെങ്കിൽ ഇന്ന് അത് സൗഖ്യമാക്കാം. You can either make that wound become worse and fester, or you can heal it today. അത് നിന്റെ ഭർത്താവിനോടോ ഭാര്യയോടോ കുഞ്ഞിനോടോ ആ വിഷയം, ആ വേദന, ആ രോഗം, ആ പ്രയാസം അത് നിമിത്തമുണ്ടായ മുറിവായിരിക്കാം. Maybe it's caused by somebody close to you, a husband, a wife, a child, or a father, or mother. Maybe that's how you got hurt. മുറിവ് ഇഷ്ടമുള്ളൊരു ജീവിയുണ്ട്. മുറിവ് ഇഷ്ടമുള്ള ജീവി, മുറിവ് ഇഷ്ടമുള്ളൊരു ജീവിയുണ്ട്. A life that likes being hurt. ആ മുറിവ് ഇഷ്ടമുള്ള ജീവി ഈച്ചയാണ്. You know, there is a life, there is a type of organism that likes wherever there is a wound, and that is a housefly. Yes or no? Shariyano. ഈ മുറിവ് അതിന് ഇഷ്ടമാണ്. Houseflies love wherever there is a wound. അവിടെ കയറി പാർക്കാനാണ് ഈ They ഫ്ലൈസിന് ഇഷ്ടം. love to park themselves there. They love to live inside the place where they're. പിശാചിനെ കുറിച്ച് ബൈബിൾ വിളിക്കുന്ന ഒരു പേര് ബെൽസബൂൻ എന്നാണ്. The Bible says that the devil is the lord of the flies, Beelzebub. ഒന്നുകൂടെ പറ, ലോർഡ് ഓഫ്. The lord of the flies. ബെൽസബൂലിന്റെ അർത്ഥം ഈച്ചകളുടെ കർത്താവെന്നാണ്, രാജാവെന്നാണ്. The meaning of Beelzebub, Lucifer, devil, is the lord of the flies. മുറിവുള്ളിടത്താണ് ഈച്ച വരുന്നത്. Wherever there is a wound, that's where the fly നിന്റെ അകത്ത് loves to land. മുറിവുണ്ടെന്ന് മനസ്സിലായി അവൻ പതുക്കെ വന്ന് അവിടെ ഇരുന്ന് മുട്ടയിട്ട് അവിടെ വലിയ വ്രണമുണ്ടാക്കി അവിടെ നിന്നെ നശിപ്പിച്ച് നിന്നെ ഒതുക്കി കളയും. പക്ഷെ ഇന്ന് പകലിൽ This morning, സങ്കീർത്തനം 23 പറയുന്നു, Psalm 23 says, അവൻ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. He anoints my head with oil. അത് എഴുതിയത് ഇടയനാണ്. The one who wrote it is the shepherd. എന്തിനാണ് എണ്ണ തേക്കുന്നത്? Why did he have to anoint the head of the sheep with oil? ഇടയൻ പറയും, Because the shepherd says, ഇടയൻ പറയും, the shepherd says, ഈ എണ്ണ പുരട്ടിയില്ലെങ്കിൽ if I don't anoint your head with oil, ഈച്ച വന്ന് മുട്ടയിടും. the fly is going to lay its eggs in your head. ഈ എണ്ണ നിന്റെ തലയിലുണ്ടെങ്കിൽ When there is oil on your head, ഈച്ച നിന്റെ അടുക്കിലോട്ട് വരുമ്പോ fly tries to come close. അത് സ്മെല്ല് ചെയ്യും. It can smell the oil. സ്മെല്ല് ചെയ്യും. When it smells the oil, അതിന് മനസ്സിലാകും it understands മറ്റുള്ളതിനെ പോലല്ല, ഇതിന്റെ മേൽ പ്രത്യേക എണ്ണ തേച്ചിട്ടുണ്ട്. there is something else on this head. മുറിവുകൾ സാധാരണമാണ്. It's very normal to be hurt. Come on. നിങ്ങൾക്കറിയാമോ മുറിവ് എന്തിന്റെ അടയാളമാണ്? You know what hurt stands for? നീ എന്തിനോടോ പൊരുതി ജയിക്കാൻ നോക്കിയതിന്റെ അടയാളമാണ് മുറിവ്. You know, wounds are a sign that you've been in a battlefield. സിംഹത്തെ കുറിച്ച് പറയുന്നത്, സിംഹത്തിന്റെ ദേഹത്ത് മുറിവുണ്ടെങ്കിൽ അത് തന്റെ എതിരാളിയോട് പൊരുതിയപ്പോൾ ഉണ്ടായതാണ്. അതിനെ ജയിക്കാൻ നോക്കിയപ്പോൾ ഉണ്ടായ മുറിവാണ്. Whenever you see the wound on a lion's body, it is testimony that the lion has prevailed in a fight with its enemy.
ആ മുറിവ് നിന്നെ വേണമെങ്കിൽ താഴോട്ട് പിടിക്കാം, ഇല്ലെങ്കിൽ എണ്ണ തേച്ച് അനോയിന്റിംഗ് ഓയിൽ തേച്ച് ഇന്ന് പകൽ എഴുന്നേൽക്കാം. നിന്റെ മേലൊരു പുതിയ ജയത്തെ പരിശുദ്ധമ തരാൻ പോകുകയാ. Now you can say I am wounded, oh I'm going to go worse, or you can say there is a wound, all right, I'm going to pour oil on it and I'm going to rise with strength. പ്രിയപ്പെട്ടവർ തന്ന വേദന, The hurt that your near ones caused on you, നഷ്ടങ്ങളിലുണ്ടായ വേദന, the losses that brought this wound on you, വേർപാടിലുണ്ടായ മുറിവ്, because people left you, divisions have caused this wound on you. വേണമെങ്കിൽ ജീവിതകാലം മുഴുവനും ഇത് വലുതാക്കി അതിനകത്ത് പുഴു അരിച്ച് അതിനകത്ത് മുട്ടയിട്ട് നിനക്കിരിക്കാം. അല്ലെങ്കിൽ നീ തീരുമാനിക്കണം, ഇന്ന് മുതൽ ആ മുറിവിനെ ഞാൻ കൊണ്ടു നടക്കത്തില്ല, എനിക്ക് ആ എണ്ണ വേണമെന്ന് പറയാൻ തയ്യാറാണെങ്കിൽ ആ മുറിവ് ഇവിടെ വെച്ച് ഹീലാകുകയാണ്. You can say this wound is so bad, I'm going to allow the fly to sit on it, lay its eggs, becomes gangrene and septic. Or you can say this morning, 23rd of October, I am going to receive oil and I'm going to get my wounds healed. We are not a eternal victims. നമ്മൾ എന്നേക്കും ഇരകളല്ല. We are overcomers. We are not victims, we are victors. You are overcomer. We are overcomers. നീ ആ പ്രശ്നത്തെ ജയിക്കാൻ പോവാ. You're going to overcome the problem. നീ ആ പ്രതിസന്ധിയെ ജയിക്കാൻ You're going to പോകുകയാണ്. overcome the situation. നീ ആ കടഭാരത്തെ ജയിക്കാൻ Your പോകുകയാണ്. debts are going to go നീ away. ആ വിഷയത്തെ ജയിക്കാൻ You're പോകുകയാണ്. going to wake up victorious. നീ ആ പ്രതിസന്ധിയെ ജയിക്കാൻ പോകുകയാണ്. Every situation you're going to നീ be ആ വെല്ലുവിളിയെ ജയിക്കാൻ You're പോകുകയാണ്. going to overcome the difficulty. കാരണം ബൈബിൾ പറയുന്നു, Because the Bible says, you are overcomer. നിങ്ങൾ വിജയിക്കുന്നവനാണ്. ഇതിനകത്തോട്ട് കേറുന്നത് വരെ നീ പലതിന്റെയും ഇരയാണ്. Till you enter the portals of this hall, you might have been the one who is being chased and you're the prey. Revelation Let's 12 take a verse. Revelation chapter 12. 11 വാക്യം. 12 in verse 11 of book of Revelation. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. ഓക്കേ. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. And they have conquered him by the blood of the lamb and by the word of their testimony. Overcome, right? Overcome him. നിനക്ക് ജയിക്കാനാ യേശുവിന്റെ രക്തം. The blood of Jesus is for you to conquer. രണ്ട്, നിന്റെ സാക്ഷ്യം. Your testimony. ഞാൻ നേരത്തെ അറിഞ്ഞ ചർച്ചിൽ സാക്ഷി ഉണ്ടായിരുന്നു. Once upon a time we used to have a time of testimony in church services. 11 മണിയാകുമ്പോൾ സാക്ഷ്യത്തിന് സമയമാണ്. 11 o'clock was the time for giving a witness. എല്ലാവരും സാക്ഷ്യം പറയണം. Everybody is supposed to testify. എല്ലാവരും ഒരു കാര്യം തന്നെ പറയുന്നു. Everybody the same thing. ദൈവം എനിക്ക് നല്ലവനും വല്ലവനുമായിരുന്നു, എന്റെ നിലനിൽപ്പിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. റൈറ്റ്? God is good to me. Please pray for me to stand strong. പക്ഷേ അതല്ല സാക്ഷ്യം. But my brother, that is not testimony. അവന്റെ അടിപ്പിണരുകൾ, By his stripes എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. I am healed. മരണ താഴ്വരയിൽ കൂടെ കടന്നാലും I went through the valley of the shadow of ഞാൻ death. ഭയപ്പെടുകയില്ല. I will not fear. ഞാൻ രോഗിയായിരുന്നു, I may have been wounded. അവന്റെ നാമത്തിന്റെ ശക്തി എന്നെ എഴുന്നേൽപ്പിച്ചു. By his name lifted me up. നീ ഇത് പറയുമ്പോ When I say this, പിശാചിന്റെ പിടിവള്ളികൾ വിടുകയാണ്. the bonds of the devil are broken over you. പിശാചിന്റെ ആഗ്രഹം The devil wants നീ ഇങ്ങനെ സൈലന്റായി സാക്ഷ്യവും പറയാതെ ആ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി പറയാതെ ഇങ്ങനെ ഇരിക്കണമെന്ന ആഗ്രഹം. 118 സങ്കീർത്തനം 17 വാക്യം പറയുന്നു, ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തി ഘോഷിക്കും. ഇന്ന് പകൽ വായി തുറന്ന് ചിലത് പറയാൻ തയ്യാറാണെങ്കിൽ നീ പിശാചിനെ ജയിക്കാൻ പോകുകയാണ്. Amen. The devil wants you to be quiet and come under his force. But Psalm 118 verse 17 says, I will live and declare the praises of God. You, my brother, you, my sister, are going to glorify God. ചിരിച്ചുകൊണ്ട് അടുത്തിരിക്കുന്നവരൊന്ന് പറയാമോ? With a smile to your neighbor, come on. വായി തുറന്ന് Open your mouth അത്ഭുത പ്രവൃത്തികൾ പറയുക. and talk about the wonders of God. നിങ്ങളിൽ ചിലർ Some among you അസാധാരണ ടെസ്റ്റിമണികൾ പറയാൻ പോകും. are going to testify അത് നിന്റെ extraordinary testimonies. അത് നിന്റെ തലമുറയെ കുറിച്ച്, It's about your children, നിന്റെ കുടുംബത്തെ കുറിച്ച്, your family, നിന്റെ സഭയെ കുറിച്ച്, your church, നിന്റെ ശുശ്രൂഷയെ കുറിച്ച്, your ministry, നിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് your future. ദൈവം ചെയ്ത അത്ഭുതങ്ങൾ നീ പറയാൻ പോകും. You're going to testify of the wonders God
God. 104-ാം സങ്കീർത്തനം 21-ാമത്തെ വാക്യം. ഇത് ചിലരോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. So verse 21 of Psalm 104. This is a word for somebody. ഇത് ചിലർക്കുള്ള ദൈവത്തിന്റെ ദൂതാണ്. This is the word of God to somebody. സിംഹത്തിന്റെ ഗർജനത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത. The second important feature about the roar of the lion. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു. അവർ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. ഇത് ഗർജിക്കുമ്പം അത് പറയുന്നത്, When the young lions roar, what are they saying? ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, തന്നേ They പറ്റത്തോളം. say, "Oh God, I'm hungry, bring it in." നീ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാവുന്നുണ്ട് നിനക്ക് എവിടെ വിടുതൽ വേണ്ടെന്ന്. ദൈവം അതിനെ നിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുകയാണ്. When you worship, God knows what you really need. He's gonna bring it right in front of you. Come on, നമ്മുടെ ദൈവം എത്ര Ayo, our God is so good. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. Our God gives the food to the bird that cries for it. നീലത്തിമിംഗലത്തിന് ഒരു ദിവസം 4000 കിലോ കൊഞ്ചു വേണം. The blue whale needs 4000 kilos of food every day. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നീലത്തിമിംഗലം പട്ടിണി കിടന്ന് ചത്തെന്ന്? Have you ever heard about a blue whale died of starvation? നീലത്തിമിംഗലം പട്ടിണി കൊണ്ട് ചത്തതായി എങ്ങും കണ്ടിട്ടില്ല. കാരണം എല്ലാ ദിവസവും 4000 കിലോ കൊഞ്ചു വേണ്ടത് ദൈവം കൊടുക്കുന്നുണ്ടെങ്കിൽ 100 ഗ്രാം കൊഞ്ചു വേണ്ട നിന്റെ കാര്യം ചെയ്യാതിരിക്കോ? God will keep away 100 grams of prawns you need. If the blue whale can be given 4000 kilos every single day. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവേ. ഉയർത്തിപ്പിടിച്ച് കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവേ. കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശനെ നോക്കിയിടുന്നു. ഈ സിംഹം അലറുന്നത് ഗർജിക്കുന്നത് കേൾക്കുമ്പോൾ ദൈവത്തിന് അറിയാം. The roar of the lion, God hears and knows. ദൈവം അതിന് ആഹാരം കൊടുക്കുന്നു. God is going to give it food. യെശയ്യാ 31:4 രസകരമായ ഒരു വാക്യമുണ്ട്. Verse 4 of chapter 31 of Isaiah. യെശയ്യാ 31:4 Verse 4 of chapter 31. അത് ഇങ്ങനെ പറയുന്നു. It says like this. ഇത് കരയുമ്പോൾ ദൈവം അതിന് ആഹാരം കൊടുക്കും. When the lion roars, God gives him his prey. അപ്പം ദൈവം അതിന്റെ ഇരയെ കൊടുക്കും കേട്ടോ. God gives what the lion needs to eat. അപ്പൊ ഇര കിട്ടാതിരിക്കാൻ ഇടയക്കൂട്ടങ്ങൾ അതിന് നേരെ വന്നാലും ഇത് പേടിക്കത്തില്ല. കാരണം ഇതിന്റെ ഗർജനം കൊണ്ട് അവരെ വരട്ടി ഓടിക്കും. Though the multitude of shepherds will come against him, still the roar of the lion drives those people away. നിന്റെ കയ്യിലേക്ക് കിട്ടേണ്ട നന്മ നിന്റെ കയ്യിൽ എത്തുന്നതിന് മുമ്പേ പലയിടത്തും അതിനെ തടയാൻ നോക്കും. പക്ഷെ നീ ഗർജിക്കുന്നവനാണെങ്കിൽ അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് പകൽ നിന്റെ കയ്യിലെത്തേണ്ട നന്മ, നീ കാണേണ്ട വിടുതൽ, നിന്റെ തലമുറയുടെ യാത്ര, നിന്റെ ശുശ്രൂഷയുടെ വിടുതൽ എവിടെ തടയപ്പെട്ടോ ആരാധിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽ അത് റിലീസ് ആകട്ടെ. Whatever is supposed to come to you, the devil will try to take it away. When you roar in praise, God will ensure that the enemies will ഇപ്പോൾ ആ വിടുതലുകൾ വെളിപ്പെടട്ടെ. ആ വഴികൾ തുറക്കട്ടെ. അത്ഭുത ഫോൺ കോളുകൾ വരട്ടെ. രാജ്യങ്ങളിൽ നിന്നും ഗുഡ് ന്യൂസുകൾ വരട്ടെ. തലമുറകളിൽ നിന്നും ഗുഡ് ന്യൂസുകൾ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ കരം ഉയർത്തി അവനെ വർഷിപ്പ് ചെയ്താട്ടെ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവേ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും
ഭംഗിയും നൽകുന്നവേ. കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. ആമോസ് 3:8. 8th verse of chapter 3 of Amos. സിംഹം ഗർജിച്ചിരിക്കുന്നു. The lion roars. ആര് ഭയപ്പെടാതിരിക്കും? Who will not be afraid? യഹോവ അരുളി ചെയ്തിരിക്കുന്നു. The Lord has given. ആര് പ്രവചിക്കാതിരിക്കും? Who will not prophesy? ഇത് ഗർജനത്തിന്റെ സീസണാണ്. It's the time of roar. ചില പ്രവചിക്കുന്ന സീസണാണ്. It's time for somebody. തലമുറകൾ പ്രവചിക്കുന്ന സീസണാണ്. It's time for you to prophesy. തള്ളിക്കളഞ്ഞവർ പ്രവചിക്കുന്ന സീസണാണ്. It's time for somebody who's been pushed away to prophesy. ശക്തി കുറഞ്ഞവർ എഴുന്നേൽക്കുന്ന സീസണാണ്. It's time for you to rise up from your low level. കരവും ഉയർത്തി യേശുവേ എന്ന് വിളിച്ചു. Both hands up in the sky. യഹൂദ ഗോത്രത്തിന്റെ സിംഹം ഇതിനകത്ത് നടക്കുന്നു. The lion of the tribe of Judah is talking in our midst. കണ്ടാൽ കുഞ്ഞാടിനെ പോലെയായിരിക്കും. If you look at him, he looks like a lamb. പക്ഷേ ഗർജനം സിംഹത്തെ പോലെ. Oh, but his roar അവൻ is that of a ഗർജിക്കും. lion. അവൻ ഗർജിക്കുമ്പോൾ When he roars, ശത്രുക്കൾ ചിതറിപ്പോകും. his enemies scatter. അവൻ ഗർജിക്കുമ്പോൾ When he roars, അതിരുകൾ വിശാലമാകും. his enemies run away. അവൻ ഗർജിക്കുമ്പോൾ When he roars, അവന്റെ പ്രൊവിഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നു. his provision will reach you. അവൻ ഗർജിക്കുമ്പോൾ When he roars, പ്രവചനങ്ങൾ നടക്കുന്നു. prophecies will come to pass. ഈ സമയത്ത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോണ്ട് If you will raise up your hands right ചിലർ now, അവരുടെ ഭാവിയെ നോക്കി പ്രവചിക്കാൻ പോകുകയാണ്. somebody is going to speak to your future. അവരുടെ തലമുറയെ നോക്കി പ്രവചിക്കാൻ പോകുകയാണ്. Children, ഈ സൺഡേ ഒരു പ്രൊഫറ്റിക്കൽ സൺഡേയാണ്. this Sunday നീ is പ്രവചിക്കുക. prophecy. പ്രവചിക്കുക. Be prophesied. പ്രവചിക്കുക. Come on, prophesy to your future. പറഞ്ഞാട്ടെ സിംഹം ഗർജിക്കുന്നു. Come on, say the lion roars. ഹോശയ ചാപ്റ്റർ നമ്പർ 11 Book of Hosea chapter 11 വേഴ്സ് നമ്പർ 10. verse 10. 11-ാം അധ്യായം 10-ാമത്തെ വാക്യം. Verse 10 chapter 11 of book of Hosea. സിംഹം പോലെ ഗർജിക്കുന്ന യഹോവയുടെ പിന്നാലെ അവർ നടക്കും. ആ അവൻ ഗർജിക്കുമ്പോൾ ആ. പടിഞ്ഞാറ് നിന്ന് മക്കൾ വിറച്ചു. They shall walk after the Lord. Hey, He hey. shall roar like Hey, a lion. hey, hey. When he roars, Hey. the children shall tremble from the west. എന്ന് വെച്ചാൽ നീ പോയ വഴിയെ നിന്റെ പിള്ളേര് വരാൻ പോവാ. It means the way you went, your children are going to run after. നിന്റെ പ്രാർത്ഥനയുടെ റിസൾട്ടായി അവൻ എഴുന്നേൽക്കാൻ പോകുകയാ. Because of your prayer, your children are going to rise up. നിന്റെ തലമുറ രാജ്യങ്ങളെ പണിയുന്നവരാകാൻ Your പോകും. children are going to overtake nations. നിന്റെ തലമുറ രാജാക്കന്മാരെ അഭിഷേകം Your ചെയ്യുന്നവരാകാൻ പോകും. descendants will anoint kings and princes. നിന്റെ തലമുറ എവിടോ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. Your child may be bound in some place far away. ഏതോ അഡിക്ഷൻ അകത്ത് They കിടക്കുകയാണ്. may be under some captive. ഈ ലോകത്തിന്റെ അധിപതിയായവന്റെ സ്പിരിറ്റിന് അണ്ടറിൽ കിടക്കുകയാണ്. They're under the power of the prince of the power of the air. പക്ഷെ നീ ഗർജിക്കാൻ തുടങ്ങുമ്പോൾ But when you roar, അവൻ നിന്റെ തലമുറയെ പിടിച്ചോണ്ട് വരും. they will bring your children out. അവർ രാജാക്കന്മാരോട് പ്രവചിക്കുന്നവരായി They മാറും. will prophesy. അവർ പ്രസംഗിക്കും. They will preach. യേശുവിന് വേണ്ടി നിൽക്കണമെന്ന് കൊതിയുള്ളവർ, Those who fervently desire, my children have got to stand for Jesus. ബ്രദറെ എന്നെക്കാളും ആവേശത്തോടെ Oh brother, I want them to have a fire greater
greater than I have. എന്നെക്കാളും എരിവോടെ They should be on fire more than I could ever be. എന്റെ കുഞ്ഞുങ്ങൾ കർത്താവിനുവേണ്ടി നിൽക്കണമെന്ന് കൊതിയുള്ളവരുണ്ടെങ്കിൽ, Those who want their children to stand for God, ജനിച്ചതും ജനിക്കാൻ പോകുന്നതും those who are born already and those who are going to be born, ഈ കർത്താവിന്റെ സ്വന്തമാകുന്നു. you are belong to Jesus. കൊതിയുള്ളവർ കരം ഉയർത്തിപ്പിടിച്ചാണ്. If you like it, come on, raise your hand. നിന്റെ തലമുറയായിരിക്കുന്നിടത്ത് We're going to your children. നിന്റെ കുഞ്ഞുങ്ങളെ തൊടാം. Wherever your children are, ഇന്ന് പകൽ റെഡിയാകുകയാണ്. these angels are going to go and minister to them. നിന്റെ തലമുറ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രസിദ്ധരുമായി മാറും. Your children will be highest in the world and they will be for the glory of God. എങ്ങനെയാണ് ഇവൻ യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായത്? How did he become the Lion of Judah? ജനസിസ് 49 49-ാമത്തെ 8-9 വാക്യം. verse 8 and 9. യഹൂദേ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ ഇരിക്കും. Come on. Next. അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. Next. യഹൂദ ഒരു ബാലസിംഹം. യഹൂദ ഒരു ബാലസിംഹം. Judah is a lion's whelp. Next. മകനെ, നീ ഇരപിടിച്ചു കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞു സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. ആർ അവനെ എഴുന്നേൽപ്പിക്കും? ഇതിനകത്ത് സിംഹങ്ങളുണ്ട്, സിംഹികളുണ്ട്. There are some lions and lionesses right here. നിന്റെ മേൽ ഭയങ്കര അധികാരം കർത്താവ് നൽകിയിരിക്കുന്നു. The authority is on your head. നീ തകർന്നവനല്ല. You are not somebody നീ broken down. ഉടഞ്ഞവനല്ല. You are not a debtor. നിന്റെ ഗർജനത്തിന് ഭയങ്കര പവറാണ്. Your roar has power. നീ ഗർജിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. When you roar, miracles happen. യഹൂദയുടെ ഒരു പ്രത്യേകത ഭയങ്കരമാണ്. The specialty of Judah is something great. ഓക്കേ, അറിയാവുന്ന പറയട്ടെ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ജൂഡ? യൂദയുടെ അർത്ഥം എന്താണ്? പറ അറിഞ്ഞങ്ങളെ. സ്തുതി. Judah means praise. എല്ലാവരും പറയട്ടെ, യൂദയുടെ അർത്ഥം എന്താണ്? What is the meaning of Judah? സ്തുതി. Praise. ആമേൻ. Amen. ഇവന്റെ മറ്റൊരു പ്രത്യേകത, Another characteristic. ആ വാക്യം നിങ്ങളുടെ കൂടെ വരാൻ പോകും. ഓക്കേ, This word is going to go with you. ജഡ്ജസ് The book of Judges, chapter number 1, 1-ാം അധ്യായം 18-19 വാക്യം. 18 and 19. യഹൂദ ഗസയും അതിന്റെ അതിർനാടും, അസ്കലോനും അതിന്റെ അതിർനാടും, എക്രോനും അതിന്റെ അതിർനാടും പിടിച്ചു. നെക്സ്റ്റ്. യഹോവ യഹൂദയോട് കൂടെ ഉണ്ട്. യഹൂദയുടെ പ്രത്യേകത, The specialty of Judah, യഹോവ Jehovah അവനോട് കൂടെയുണ്ട്. was with him. എവിടെ പോയാൽ Wherever he went, യഹോവ Jehovah അവനോട് കൂടെയുണ്ട്. was with Judah. റിസൾട്ട്, The result, തോറ്റോടി എന്നാണോ? പിടിച്ചടക്കി. was he running away? No, he plundered, he took hold and he took over. കരമുയർത്തി പിടിച്ചാട്ടെ. Hands raised. മൂപ്പന്മാർ പറയുകയാണ്, The old people are saying, ദൂതൻ പറയുകയാണ്, the angels say, നീ ഭയപ്പെടണ്ട. don't be afraid. യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ, The lion of the tribe of Judah, അവൻ നിനക്ക് വേണ്ടിയുണ്ട്. he is for you. സിംഹത്തെ നോക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ When he turned around to see the lion, സിംഹത്തെ അല്ല കണ്ടത്, he didn't see the lion, കുഞ്ഞാടിനെയാണ് he കണ്ടത്. saw the lamb. പക്ഷെ കാഴ്ചയിൽ അവൻ കുഞ്ഞാട് പോലെയാണ്. To look at, he is like a lamb. പക്ഷെ അവന്റെ ക്യാരക്ടർ But വ്യത്യാസമാണ്. his specialty is something അവന്റെ else. നേച്ചർ വ്യത്യാസമാണ്. His nature is different. ഇന്ന് പകൽ നിന്നെ നോക്കുമ്പോൾ എറണാകുളത്ത്, കൊച്ചി, കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ എന്നൊക്കെ നീ പേടിച്ച് ഭയപ്പെട്ട് നിരാശയോടെ ഓടി വന്ന ഒരു സാധാരണ ആളിനെ പോലെ തോന്നും. പക്ഷെ ഗലാത്യർ 3:26 നീ വിശ്വാസത്താൽ ദൈവത്തിന്റെ പൈതലാകും. Galatians 3:26 says, you have become the children of God. Hail, hail, Lion of Judah, let the lion roar. Hail, hail, Lion of Judah, let the lion roar. Hail, hail, Lion of Judah.